ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിടുന്നതാണ് ഇന്ന് തുടങ്ങുന്നത്. കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കലണ്ടറിൻ്റെ പഠിച്ചു കഴിഞ്ഞു. അവിടെ 2 ക്ലാസ്സിലും വ്യത്യസ്തമായിട്ടുള്ള കുറേ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറേ പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇന്നും നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് നമുക്ക് അറിയേണ്ട കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ എല്ലാം പ്രോബ്ലം ഒക്കെ ചെയ്തേക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകും. ദിവസങ്ങളുടെയാണ്, കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയാണത് കണ്ടെത്തുന്നതെന്നൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രോബ്ലം ചെയ്ത് നോക്കിയാലാണ് അത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ എല്ലാ പ്രോബ്ലംസും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെയൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വരുമ്പോഴൊക്കെ അറിയിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഇന്ന് നമ്മൾ പുതിയതെന്താ പഠിക്കാൻ പോകണമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബോർഡിൽ ഒരു പോയിന്റ് വൈസ് ഞാൻ എഴുതാം. പോയിന്റ് എഴുതുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിലേക്ക് അത് പകർത്തി എഴുതുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ പ്രോബ്ലം ചെയ്യുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആ പോയിന്റ്, മെയിൻ പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട പോയിന്റുകൾ നമ്മൾ ബോർഡിൽ എഴുതുന്നത്. വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം എഴുതുന്ന ചിലപ്പോൾ അത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഇൻ ആൻ ഓർഡിനറി ഇയർ, ഓർഡിനറി ഇയർ, സാധാരണ വർഷമാണ്. ഇൻ ആൻ ഓർഡിനറി ഇയർ, ദ ഡേ വിച്ച് കംസ് ആസ് January 1st will repeat 53 times throughout the year. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ്. എന്താണ് ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഓർഡിനറി ഇയർ, സാധാരണ വർഷം എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കലണ്ടർ തുടങ്ങിയപ്പോൾ ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ, ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ എന്ന് നമ്മൾ കൂടുതൽ പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ ഏത് ദിവസമാണോ January 1st ആയിട്ട് വരുന്നത്, January 1 എന്ന് പറയുന്ന ദിവസം ഏതാണോ, മൺഡേ ആണോ അല്ലെങ്കിൽ ഏത് ദിവസമാണോ, ട്യൂസ്ഡേ, നമുക്കറിയാം ഏതാണ് ദിവസങ്ങൾ തുടങ്ങുക, ഒരു വർഷം തുടങ്ങുന്ന ദിവസങ്ങൾ, ആ ദിവസം ഏതാണോ അത് വരുന്നത്, ആ വരുന്ന ദിവസം എത്ര പ്രാവശ്യം ത്രൂ ഔട്ട് ദ ഇയർ അത് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയണേ, 53 ടൈംസ്. തുടങ്ങുന്ന January 1st വരുന്ന ദിവസമാണ്. നമ്മൾ പറഞ്ഞു 52 വീക്സ് ആണ് ഒരു എന്താ പറയുക, ലിപ്പ് ഇയർ ആയാലും ഓർഡിനറി ഇയർ ആയാലും 2 ഇയറിലും, അതായത് ഓർഡിനറി ഇയർ സാധാരണ വർഷം ആയിക്കോട്ടെ, ലീപ്പ് ഇയർ അതിവർഷം ആയിക്കോട്ടെ, നമുക്ക് 365 366 ദിവസങ്ങൾ റെസ്പെക്റ്റീവ്ലി യഥാക്രമത്തിൽ ഉണ്ട് എന്നറിയാം. ഇതിന് രണ്ടിനും 52 ആഴ്ചകൾ വീതമാണ്. എന്നാൽ 52 ആഴ്ചയാണെങ്കിലും നമ്മളപ്പോൾ വിചാരിക്കും ഒരു ദിവസം, നമുക്കറിയാം ഒരു ദിവസം അവിടെ എക്സ്ട്രാ, ആദ്യത്തെ ഇതിൽ 365 ഒരു ദിവസം അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. 52 ആഴ്ചകൾ തന്നെയുള്ള ലീപ്പ് ഇയർ, അതായത് അതിവർഷത്തിലും നമുക്കറിയാം 2 ഒറ്റ ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ആ ദിവസമാണ്, ആഴ്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് ദിവസമാണോ January 1 എന്ന് പറഞ്ഞു വരുന്നത്, നമ്മുടെ വീക്ക് ഡേയ്സ് ഉണ്ടല്ലോ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ആ ദിവസങ്ങൾ ഏതായിട്ടാണോ വരുന്നത് January 1, ആ ദിവസം, ആ മൺഡേ ആണെങ്കിൽ മൺഡേ വിൽ റിപ്പീറ്റ് 53 ടൈംസ് ത്രൂ ഔട്ട് ദ ഇയർ. ആ വർഷത്തിൽ 53 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ്. മനസ്സിലായല്ലോ? January 1 എന്ന് പറയുന്ന ദിവസം ഏതാണോ വരുന്നത്, January 1st ആണ്, അതർ മന്ത്സ് അല്ല, മറ്റേത് മാസവുമല്ല. അപ്പൊ January 1 ഏത് മാസത്തിന്റെ ഏത് ദിവസമാണോ വരുന്നത് അത് 53 പ്രാവശ്യം സാധാരണ വർഷത്തിൽ ആവർത്തിക്കുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത്. പഠിച്ചല്ലോ എല്ലാവരും? ആദ്യത്തെ പോയിന്റ് അതാണ്. നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടി വരും, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, ഇത് ഓർഡിനറി ഇയറിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇൻ എ ലീപ്പ് ഇയർ, ഒരു ലീപ്പ് ഇയറിൽ അതിവർഷത്തിൽ, in a leap year, the days which come as January 1st and 2nd, 1 ഉം 2 will repeat 53 times.
ഒന്നും രണ്ടും. കാരണം നമുക്കറിയാം അവിടെ 2 ഒറ്റ ദിവസങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ 1 എന്ന് പറയുന്ന ദിവസം ജനുവരി 1 ഏത് ദിവസമാണോ വരുന്നത്, ജനുവരി 2 ഏത് ദിവസമാണോ വരുന്നത്, ഈ 2 ദിവസവും എന്ത് ചെയ്യുന്നു 53 പ്രാവശ്യം ത്രൂ ഔട്ട് ദ ഇയർ. ഏത് വർഷത്തിൽ മാത്രം? അതിവർഷത്തിൽ. നമുക്കറിയാം ഓരോ 3 വർഷം കഴിയുമ്പോഴും 4ാമത്തെ വർഷം വരുന്നത് എന്തായിരിക്കും? ഒരു ലീപ്പ് ഇയർ ആയിരിക്കും. അങ്ങനെ വരുന്ന ലീപ്പ് ഇയറിൽ 53 പ്രാവശ്യം 1, 2 തീയതികൾ ഏത് ദിവസമായിട്ടാണോ വരുന്നത് ആ ദിവസം ആവർത്തിച്ച് 53 പ്രാവശ്യം ത്രൂ ഔട്ട് ദ ഇയർ. ആ വർഷത്തിൽ എത്രയാണ് ലീപ്പ് ഇയറിലെ ഏത് വർഷമാണോ ലീപ്പ് ഇയർ എടുത്തിരിക്കുന്നത് ആ വർഷം 53 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ രണ്ടിടത്തും 53 പ്രാവശ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ ജനുവരി 1 എന്ന് പറയുന്നത് ഏത് ദിവസമായിട്ടാണോ വരുന്നത് ആ ദിവസം മാത്രമേ 53 പ്രാവശ്യം ആവർത്തിക്കുന്നുള്ളൂ അല്ല. ഇറ്റ് വിൽ റിപ്പീറ്റ് ഓൺലി 53 ടൈംസ് ദ ഡേ ഓൺ വിച്ച് ജനുവരി 1st കംസ്. ജനുവരി 1 എന്ന് പറയുന്ന ദിവസം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ. എങ്കിൽ ലീപ്പ് ഇയറിൽ ഒരു അതിവർഷത്തിൽ ജനുവരി 1, 2 ഏത് ദിവസങ്ങളാണോ വരുന്നത് ആ ദിവസങ്ങൾ 53 പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ ഈ 2 മെയിൻ പോയിന്റുകളാണ് പഠിക്കുന്നത്. എല്ലാം കൂടി ആവുമ്പോൾ കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് പോയിന്റുകൾ പഠിച്ചു. അത് ബേസിക് കുറച്ച് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ കുറച്ചും കൂടി നമുക്കറിയില്ലാത്ത കുറച്ചും കൂടി കോമൺ, അത്രയധികം കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച പോയിന്റുകൾ ഇതും അതെ, നമുക്ക് അത്ര അധികം ആവശ്യമില്ലാത്തതാണ്. ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിവർഷം ഉണ്ടെന്നും ഓർഡിനറി ഇയർ ഉണ്ടെന്നും ഒക്കെ അല്ലെ, അതൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പോയിന്റ്സ് കൂടുതൽ ആ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 പോയിന്റ് അതിവർഷത്തെക്കുറിച്ചും സാധാരണ വർഷത്തെക്കുറിച്ചും 53 പ്രാവശ്യം ആവർത്തിക്കുന്ന ദിവസങ്ങളെ കുറിച്ചിട്ടാണ്. ജനുവരി 1st ഏത് ദിവസമാണോ സാധാരണ വർഷത്തിൽ വരുന്നത് 53 പ്രാവശ്യം ആവർത്തിക്കുന്നു. ജനുവരി 1ഉം 2ഉം ഏത് ദിവസങ്ങളാണോ വരുന്നത് അത് ലീപ്പ് ഇയറിൽ എത്ര പ്രാവശ്യം 53 പ്രാവശ്യം 1ഉം 2ഉം തീയതികൾ ആവർത്തിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഓരോ പ്രോബ്ലംസ് നമുക്ക് വായിച്ച് ക്വസ്റ്റ്യൻ നോക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. ഇൻ എ മന്ത് ഓഫ് 30 days 18th of the month is Monday. Then how many Wednesdays are there in this month? ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ മന്ത് ഓഫ് 30 days 30 ദിവസങ്ങളുള്ള ഒരു മാസത്തില് 18th ഓഫ് ദ മന്ത് ആ മാസത്തിലെ, അതായത് 30 ദിവസമുള്ള ഏതൊരു മാസം, നമുക്കറിയാം ഏതൊക്കെ മാസങ്ങളിലാണ് 30 ദിവസമുള്ളത് 31 ദിവസങ്ങളുള്ളത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അത് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ഇവിടെ. 30 days ഏപ്രിൽ ആകാം, സെപ്റ്റംബർ ആകാം, ഏതെങ്കിലും ആയിക്കോട്ടെ. ഏതോ ഒരു മാസമാണ്. അതിലെ 18th ഓഫ് ദാറ്റ് മന്ത് ആ മാസത്തിലെ 18ാം തീയതി എന്ന് പറയുന്നത് മൺഡേ ആണ്. 18ാം തീയതി മൺഡേ ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ആ മാസത്തിൽ ഹൗ മെനി വെനസ്ഡേയ്സ് ആർ ദർ ഇൻ ദിസ് മന്ത്, ആ മാസത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ മാസത്തില് എത്ര ബുധനാഴ്ചകളുണ്ട് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോ തന്നിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്, 18ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് കാണേണ്ടത് ബുധനാഴ്ചകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് നോക്കിയേ, നമ്മൾ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. 18th ഓഫ് ദ മന്ത് ഈസ് മൺഡേ അല്ലെ. 18ാം തീയതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൺഡേ, തിങ്കളാഴ്ചയാണ് അല്ലെ. മൺഡേ എന്ന് പറയുന്നത് തിങ്കളാണ്. ഇനി അപ്പൊ ആ മാസത്തിലെ ബുധനാഴ്ചയുടെ എണ്ണം അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മാസത്തിൽ 18ാം തീയതിക്ക് ശേഷം വരുന്ന ബുധനാഴ്ച എത്രാം തീയതിയാണ് നമുക്ക് മനസ്സിലാക്കാലോ. നോക്കാം, 18 മൺഡേ ആണ്, 19 ചൊവ്വയാണ് അല്ലെ, ട്യൂസ്ഡേ ആണ്. ആൻഡ് ബുധനാഴ്ച ആയിട്ട് വരുന്നത് 20ാം തീയതി ബുധനാഴ്ചയാണ്. അപ്പൊ ആ പർട്ടിക്കുലർ മാസത്തില് 20ാം തീയതി എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. ഏതാണ്? വെനസ്ഡേ ആണ്. ഏത്? 20ാം തീയതി ബുധനാണ്.
ഇനി നിങ്ങൾക്ക് കണ്ടെത്താം. ഇനി നമുക്ക് ബാക്കി നമ്മളുടെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് അറിയാവുന്ന ചില നേരത്തെ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ടെന്നറിയാം. ബുധനാഴ്ച, ഒരു ബുധനാഴ്ചയിൽ നിന്നും അടുത്ത ബുധനാഴ്ചയുടെ ഇടയിൽ 7 ദിവസങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20-ാം തീയതി ബുധനാഴ്ചയാണല്ലോ. അപ്പൊ 20-ാം തീയതിക്ക് ശേഷം വരുന്ന ഒരു ബുധനാഴ്ച എത്രാം തീയതി ആയിരിക്കാം അല്ലെ? 20-ാം തീയതിക്ക് ശേഷം വരുന്ന ബുധനാഴ്ച 20ന്റെ കൂടെ ഒരു 7 കൂട്ടിയാൽ 27 ഒരു ബുധനാണ് അല്ലെ. 27 എന്ന് പറയുന്നത് ഒരു വെനസ്ഡേ ആണ്. 27-ാം തീയതി ഒരു ബുധനാഴ്ചയാണ്, വെനസ്ഡേ ആണ്. അപ്പോ അതിന് 27 കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തുകൊണ്ടാണ് 7 കൂട്ടിയത്? ഏതെങ്കിലും ഇഷ്ടമുള്ള സംഖ്യ കൂട്ടിയാൽ മതിയോ? പറ്റില്ല. കാരണം ഇറ്റ്സ് എ കലണ്ടർ. കലണ്ടറിലെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. 7 days of a week, 7 ദിവസമാണ് ഒരാഴ്ചയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 കൂട്ടുന്നു. 2, 3, 5, 1 ഏതെങ്കിലും സംഖ്യ കൂട്ടിയാൽ പോരാ, 7 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് 7 ദിവസങ്ങളാണ് ഒരു വീക്കിൽ ഉള്ളത്, ആഴ്ചയിലുള്ളത്. അപ്പൊ 20ന്റെ കൂടെ 7 കൂട്ടി 27 ഒരു ബുധനാണെന്ന് കിട്ടി. 20 ഒരു ബുധനാണ്, 27 ഒരു ബുധനാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 കൂട്ടുകയാണെങ്കിലോ 34 ഒരു ബുധനാണെന്ന് പറഞ്ഞാൽ 34 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമുക്ക് കലണ്ടറിനകത്ത് ഇല്ല. മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ കലണ്ടർ ഈസ് ഒരു മന്തില് 31 ദിവസമാണ് അല്ലെ. മാക്സിമം ഡേയ്സ് 31 ഉള്ളൂ. പിന്നെ ചില വർഷങ്ങളിൽ ലിപ് ഇയേഴ്സിൽ 29 ദിവസം നമ്മുടെ ഫെബ്രുവരി മാസത്തിലുണ്ട്. അല്ലാത്ത വർഷങ്ങളിലാണെങ്കിൽ 28 ദിവസമുണ്ട്. ബാക്കി മാസങ്ങൾക്കൊക്കെ 30 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ലാർജ് മാക്സിമം ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മാസങ്ങളിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 31 ആണ്. അപ്പൊ നമുക്ക് അത് 34ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ 20 ബുധനാണ്. നോക്കുക, 20 എന്ന് പറയുന്നത് ബുധനാണ്, 27 എന്ന് പറയുന്നത് ബുധനാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 20ന് മുമ്പ് ഏതെങ്കിലും ബുധൻ ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 7 കുറയ്ക്കുക. 20ൽ നിന്ന് 7 കുറച്ചാൽ 13 ഒരു ബുധനാണ്. വീണ്ടും 13ൽ നിന്ന് 7 കുറച്ചാൽ 6 എന്ന് പറയുന്നത് ഒരു ബുധനാണ്. വീണ്ടും 6ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ വരുമോ? ഇല്ലല്ലോ. 6ൽ നിന്ന് 6 സ്മോൾ നമ്പർ ആണ്, 7 എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. അപ്പൊ ആഴ്ച തികയില്ല, പിന്നെ മുന്നത്തെ മാസത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടി ഏതൊക്കെ ദിവസങ്ങളാണ് ബുധൻ വരുന്നത്? 6 ബുധനാണ്. 6 + 7 13 ബുധനാണ്. 13 + 7 20 ബുധനാണ്. 20 + 7 27 ബുധനാണ്. അപ്പൊ 6-ാം തീയതി, 13-ാം തീയതി, 20-ാം തീയതി, 27-ാം തീയതി 4 ദിവസങ്ങളാണ് ബുധനാഴ്ചയായിട്ട് വരുന്നത്. അപ്പൊ ഹൗ മെനി വെനസ്ഡേയ്സ് ആർ ദർ? എത്ര വെനസ്ഡേയ്സ് ആണുള്ളത്? 4 വെനസ്ഡേയ്സ്. 4 ബുധനാഴ്ചകൾ ആ മാസത്തിൽ ഉണ്ടെന്ന് കിട്ടുന്നു. എത്ര ദിവസങ്ങളുള്ള മാസമാണ് ആയിരുന്നു അത്? 30 ദിവസങ്ങളുള്ള മാസമായിരുന്നു. 30 ദിവസങ്ങളുള്ള മാസത്തില് 18-ാം തീയതി മൺഡേ ആയിരുന്നു. ആ മാസത്തിൽ എത്ര ബുധനാഴ്ച, ഹൗ മെനി വെനസ്ഡേയ്സ് ആർ ദർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ 4 ബുധനാഴ്ചകൾ ഉണ്ടെന്ന് കിട്ടുന്നു. കിട്ടിയല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ദിവസം ഏതാണോ അതുമായി ബന്ധപ്പെട്ട്, ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണേണ്ട ദിവസം ഏതാണോ അതിന്റെ ഡേറ്റ് ഒന്ന് കൺഫേം ആക്കുക, എന്നിട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർക്ക് ഇനിയും നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്താൽ വീണ്ടും ക്ലിയർ ആകും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ മന്ത് ഓഫ് 31 days, നേരത്തെ നമ്മൾ പറഞ്ഞത് 30 ദിവസങ്ങളായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 31 ദിവസമാണ്. മന്ത് ഓഫ് 31 days. 8th of the month is Thursday. 8th of the month is Thursday. Then how many Saturdays are there? in this month. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 31 ദിവസം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ 31 എന്തിനായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. 31 days ആണ്, 30 ദിവസമാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പൊ 31 ദിവസങ്ങളുള്ള ഒരു മാസമാണ്. അതില് 8-ാം തീയതി എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. 8-ാം തീയതി വ്യാഴാഴ്ചയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 8th of the month is Thursday. Then how many Saturdays are there in this month? ഈ ആഴ്ചയില്, ഈ മാസത്തില് എത്ര ശനിയാഴ്ചകളുണ്ട് എന്നാണ്, എത്ര സാറ്റർഡേസ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തേഴ്സ്ഡേ ആണല്ലോ തന്നേക്കണേ അല്ലെ. വ്യാഴം തന്നു, ശനികളുടെ എണ്ണമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 8th of the month എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 8-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം അല്ലെ, തേഴ്സ്ഡേ ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇനി നമുക്ക് അതിൽ നിന്ന് 8-ാം തീയതി വ്യാഴമാണെങ്കിൽ 9-ാം തീയതി വെള്ളിയാണ്, 10-ാം തീയതി ഈസ് ദ ഫസ്റ്റ് സാറ്റർഡേ. നമുക്ക് ഈ പറഞ്ഞ ഇൻഫോർമേഷൻ അനുസരിച്ച് 10-ാം തീയതി therefore 10th എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞതിലെ ആദ്യത്തെ സാറ്റർഡേ വരും. അപ്പൊ ശനിയാഴ്ചയായിട്ട് വരും. 10-ാം തീയതി ശനിയാഴ്ചയാണ് എങ്കിൽ 10-ന് മുമ്പ് ഒരു ശനിയാഴ്ച വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 10-ന്ന് 7 കുറച്ച് നോക്കാം. അപ്പൊ 10-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ 10-ന്ന് 7 കുറച്ചാൽ 3rd ശനിയാഴ്ചയാണ് അല്ലെ. 3-ാം തീയതി ഒരു ശനിയാഴ്ചയാണ്. വീണ്ടും 10ന്റെ കൂടെ 7 കൂട്ടിയാൽ 17 ഒരു ശനിയാഴ്ചയാണ്. എന്ത് ചെയ്യണം? വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുക. 17ന്റെ കൂടെ 7 കൂട്ടിയാൽ 24 ഒരു ശനിയാഴ്ചയാണ്. 24 പ്ലസ് കൂട്ടണോ 7? കാരണം അതിനാണ് നമുക്ക് ഇവിടെ 31 ദിവസം എന്ന് ആ മാസത്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. 31 ദിവസമുണ്ട്. മാക്സിമം ലിമിറ്റ് 31 തന്നെയാണ്. 30 അല്ല, 30 ദിവസമല്ല ആ മാസത്തില്, 31 ദിവസം. അപ്പൊ 30 ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും നമുക്ക് 7 കൂട്ടാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ? 24 പ്ലസ് 7 വരുമ്പോൾ നമുക്ക് എന്ത് വരും? 31ലേക്ക് വരും. അതിനാണ് 31 ദിവസം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 31 ദിവസമുള്ള ആ മാസത്തിലെ ഒരു ആഴ്ചയിൽ എത്ര ശനിയാഴ്ച ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് 24ന്റെ കൂടെ ഒരു 7 കൂടി നമുക്ക് ആഡ് ചെയ്യാം. 24 പ്ലസ് 7 31 ഒരു ശനിയാണ്. 31 ദിവസം. അതിനാണ് ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അപ്പൊ നോക്കാം, ഹൗ മെനി സാറ്റർഡേസ് ആർ ദർ ഇൻ ദിസ് പർട്ടിക്കുലർ മന്ത്. ഈ ഒരു പ്രത്യേക മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ടെന്ന് നമുക്ക് കണ്ടെത്തി നോക്കാം. 10-ാം തീയതി ഒരു ശനിയാഴ്ച, 10-ന്ന് 7 കുറച്ച് 3 ഒരു ശനി, 17 ഒരു ശനിയാണ്, 24, 31, 1, 2, 3, 4, 5 സാറ്റർഡേസ് ആണ് നമുക്ക് കിട്ടിയത്. 5 ശനിയാഴ്ചകളാണ് നമുക്ക് ആ മാസത്തിലുള്ളത്, 31 ദിവസങ്ങളുള്ള. അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. നമുക്ക് തന്നിരിക്കുന്ന ആ മാസത്തിലെ വേറെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും തന്നിരിക്കാം. എന്നിട്ട് മറ്റൊരു ദിവസങ്ങളുടെ എണ്ണമായിരിക്കും കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ദിവസത്തിൽ നിന്ന് ഒരു ആഴ്ചയിൽ നമുക്ക് ആകെ 7 ദിവസമേ ഉള്ളൂ. അപ്പൊ ആ ദിവസം തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്നും ആ പറയുന്ന പ്രത്യേക ദിവസത്തിൽ ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. ആ ഡേറ്റിന്റെ മുമ്പിലും പുറകിലും വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 7 കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. മുമ്പിലേക്കുള്ള ദിവസം ശനിയുണ്ടോ അല്ലെങ്കിൽ ഞായറുണ്ടോ എന്ന് കാണാനായിട്ട് കുറയ്ക്കുക. കഴിഞ്ഞു വരുന്ന ഡേറ്റിലെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക. 7 വീതം കൂട്ടി മാക്സിമം എത്ര ദിവസമുള്ള മാസമാണോ തന്നിരിക്കുന്നത് അതുവരെ വരുന്നത് വരെ ചെയ്യാം അല്ലെ. 31 ഇവിടെ പറഞ്ഞു. 30 ദിവസങ്ങളായിരുന്നെങ്കിൽ ഈ ലാസ്റ്റ് ഡേ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 24 പ്ലസ് 7 31 വരുമ്പോൾ 30 ദിവസങ്ങളുള്ളൂ ആയിരുന്നെങ്കിലോ അതിനകത്ത് ആ ഒരു ഡേ വരില്ലായിരുന്നു. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ 31 ദിവസം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. അപ്പൊ 2 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒരുപോലെ തന്നെയാണ്, പക്ഷെ രണ്ടിലും വ്യത്യാസം വന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ പർട്ടിക്കുലർ മന്ത്. ആ തന്നിരിക്കുന്ന പ്രത്യേക മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. 1 ഈസ് 30 ഡേയ്സും 1 ഈസ് 31 ഡേയ്സുമായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓരോന്നിലും ചെറിയ വ്യത്യാസങ്ങളുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഇയർ, 3rd ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഇയർ June 1st is Saturday. Then September 1st will be dash. ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഡാഷ് എന്ന് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇൻ എ ഇയർ, ഏതോ ഒരു ഇയർ ആണ്. June 1st എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. June 1 എന്ന് പറയുന്നത് ശനിയാണ് എങ്കിൽ, ശനിയാഴ്ച ദിവസമാണെങ്കിൽ സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? June 1 ശനിയാഴ്ചയാണ്, സെപ്റ്റംബർ 1 ഏത് ദിവസമായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കാണണം. ഈ June 1 മുതൽ സെപ്റ്റംബർ 1 വരെ എത്ര ദിവസങ്ങളുണ്ട് ആകെ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആകെ ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്നും നമ്മൾ ഒറ്റ ദിവസങ്ങൾ മാറ്റുക. അത് നമുക്ക് തന്നിരിക്കുന്ന ദിവസം സാറ്റർഡേ ആണ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. അപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ June 1 എന്ന് പറയുന്നതിൽ നിന്നും സെപ്റ്റംബർ 1 വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡേയ്സ് കണ്ടുപിടിക്കാം. ആകെ ദിവസങ്ങൾ കാണാനായിട്ട് എന്താ ചെയ്യാം? ആകെ ദിവസങ്ങൾ കാണുമ്പോൾ June 1 ആണ് അല്ലെ. June 1-ാം തീയതി എന്ന് പറയുമ്പോൾ ജൂണിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. June 1st ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജൂണിൽ എത്ര ഡേയ്സ് ഉണ്ട്? 30 ഡേയ്സ് ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. അപ്പൊ ജൂണിൽ 30 ഡേയ്സ് ആണ്, 30 ദിവസമാണ്. അതിൽ 1-ാം തീയതി ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് 1 കുറയ്ക്കാം. 29 ദിവസം ജൂണിലുണ്ട് അല്ലെ. ജൂണിലെ 29 ദിവസം. ജൂലൈയിൽ എത്ര ദിവസമുണ്ട്? ആകെ ദിവസങ്ങളുടെ എണ്ണം പഠിച്ചോ?
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു എത്ര ദിവസം ഏതൊക്കെ മാസങ്ങളിലാണ് 30 ദിവസം, ഏതൊക്കെ മാസങ്ങളിലാണ് 31 ദിവസം അല്ലെ. ഈ കുഴി എണ്ണി നിങ്ങൾ അതിന്റെ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം. ജൂലൈയിൽ 31 ഡേയ്സ് ആണ്, 31 ദിവസങ്ങളാണ് ജൂലൈയിലുള്ളത്. ഓഗസ്റ്റ് അല്ലെ, സെപ്റ്റംബർ വരെ എത്തണം. ഓഗസ്റ്റ് അടുത്ത മാസം, അടുത്ത മാസത്തിലും ഓഗസ്റ്റും 31 ദിവസം തന്നെയാണ്. ഓഗസ്റ്റ് നേരെ റിവേഴ്സ്, നമ്മൾ ജൂലൈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് പോകുക. ജൂലൈയിൽ പറഞ്ഞ എണ്ണം തന്നെയാണ് ഓഗസ്റ്റിലും വരിക. ആൻഡ് ജൂലൈ ഓഗസ്റ്റ് രണ്ടും അടുത്തടുത്ത മാസങ്ങൾ 31 ദിവസങ്ങളുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം അതാണ് നമ്മുടെ 31 ഡേയ്സിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 31 ഡേയ്സ് തന്നെയാണ് ഓഗസ്റ്റിലുള്ളത്. ആൻഡ് സെപ്റ്റംബർ അല്ലെ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് അടുത്തത്. സെപ്റ്റംബർ 1 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 9 1 10, 10 2 12, ബാലൻസ് 1 അല്ലെ. 3 3 6 3 9, 92 ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമുക്കുള്ളത്. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്? 92നെ നമ്മൾ 7 കൊണ്ട് എത്ര വീക്സ് ഉണ്ടെന്ന് നോക്കി അതിൽ നിന്ന് വീക്സിന്റെ എണ്ണം മാറ്റുന്നു, ഒറ്റ ദിവസങ്ങൾ എടുക്കുന്നു അല്ലെ. അപ്പൊ 7 ഒരു പ്രാവശ്യമാണ് 9ൽ പോകുക. ബാലൻസ് ചെയ്യാം. നമ്മൾ 9ൽ നിന്ന് 7 കുറച്ചാൽ 2 താഴോട്ട് ഇറക്കി എഴുതി. അടുത്തത് 7 3s are 21 അല്ലെ. 7 × 3 21. വീണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ 1 ബാക്കി വരുന്നു. ദാറ്റ് ഈസ് ഒരു ഒറ്റപ്പെട്ട ദിവസമാണുള്ളത്. 7 വീക്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 13 വീക്സ് മാറിയതിന് ശേഷം ഒരു ഒറ്റ ദിവസമാണ്. അപ്പൊ സാറ്റർഡേ അല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡേ സെപ്റ്റംബർ 1 എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേന്റെ കൂടെ നമ്മൾ ആ ഒരു ഓഡ് ഡേ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സാറ്റർഡേ +1 ദാറ്റ് ഈസ് സൺഡേ അല്ലെ. സാറ്റർഡേ കഴിഞ്ഞ് ഒരു ദിവസം മാത്രമേ കൂട്ടാനുള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ്, ഞായറാഴ്ചയാണ് ആ പ്രത്യേക ദിവസമായിട്ട് വരിക. അപ്പൊ ഞായറാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. കിട്ടിയോ? അപ്പോൾ ഇത് നമ്മൾ എന്താ പറയാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതിന് ഇച്ചിരി വ്യത്യാസമുള്ള ഒരു ചോദ്യം ആയതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന ഇയർ ജൂൺ 1 ഏത് സാറ്റർഡേ ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 1 ഏത് ദിവസമായിരുന്നു ചോദിച്ചത് കൊണ്ട് നമ്മൾ ആകെ ദിവസങ്ങൾ കാണുന്നു. ആകെ ദിവസങ്ങളുടെ എണ്ണം കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഒറ്റ ദിവസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ ഒറ്റ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ സാറ്റർഡേ ആണ് നമുക്ക് തന്നെ, മുന്നത്തെ ദിവസമല്ല കഴിഞ്ഞു വരുന്ന ദിവസമാണല്ലോ കാണേണ്ടത്. അതുകൊണ്ടാണ് സാറ്റർഡേന്റെ കൂടെ ആ ഒറ്റ ദിവസം ഒന്നാണ് കിട്ടിയത്. അതുകൊണ്ട് 1 കൂട്ടി. സാറ്റർഡേ +1, സാറ്റർഡേ കഴിഞ്ഞാൽ +1 ദാറ്റ് ഈസ് സൺഡേ. സൺഡേ ഞായറാണ് നമുക്ക് കിട്ടുക. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ജനുവരി 3rd ഈസ് മൺഡേ, which day is January 26th? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ജനുവരി 3rd എന്ന് പറയുന്നത് ഒരു മൺഡേ ആണ്. ജനുവരി 3-ാം തീയതി ഒരു തിങ്കൾ ദിവസമാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡേ ഓൺ വിച്ച് ജനുവരി 26 കം? 26 ജനുവരി ഏത് ദിവസമായിരിക്കും എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ തന്നെ 26 ജനുവരി ആണല്ലോ കാണേണ്ടത്. അപ്പൊ നമ്മൾ 3rd ജനുവരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 26ൽ നിന്ന് 3 മൈനസ് ചെയ്യുക, 23 കിട്ടുന്നു അല്ലെ. 23ന് എത്ര ഒറ്റപ്പെട്ട ദിവസമുണ്ട്? കണ്ട ചോദ്യം മാറി വന്നിരിക്കുകയാണ്. 23 3rd മൺഡേ ഒരു ദിവസം തന്നിരിക്കുന്നു. 3rd എന്ന് പറയുന്നത് മൺഡേ ആണ്. ജനുവരി 26 ഏതാ ദിവസമായിട്ട് വരിക എന്നാണ്. 23 നമ്മൾ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 × 21 ആണ് വരിക. ബാലൻസ് 2 വരുന്നു. 2 ഒറ്റപ്പെട്ട ദിവസമാണ് തന്നിരിക്കുന്നത്. മൺഡേ ആണ്. മൺഡേന്റെ കൂടെ നമ്മൾ +2 ആഡ് ചെയ്യണം അല്ലെ. +2 നമ്മൾ ആഡ് ചെയ്യുന്നു. +2 ആഡ് ചെയ്യുമ്പോൾ മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ, വെനസ്ഡേ 2 ദിവസമാണ്. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ, ബുധനാണ് വരിക. ബുധൻ അല്ലെങ്കിൽ വെനസ്ഡേ ആയിട്ട് വരുന്നു. ആ പറയുന്ന 26th ജനുവരി എന്ന് പറയുന്നത് വെനസ്ഡേ ആണ് എന്ന് നമുക്ക് കിട്ടിയോ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. മെയിൻ പോയിന്റുകൾ 2 ആദ്യം തന്നെ പഠിച്ചിരുന്നു. 53 വീക്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, 53 ഡേയ്സ് ഓരോ ദിവസം മാറി വരുന്നത് ലീപ്പ് ഇയറിലും ഓർഡിനറി ഇയറിലും എങ്ങനെയാണ് സാധാരണ വർഷത്തിലും അതിവർഷത്തിലും വരുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകേണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.